ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിലോട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പെട്ടെന്ന് വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിലോട്ട് പെട്ടെന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് വരാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ നിങ്ങളുടെ ലൈഫിലോട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ, എന്തൊക്കെ കാര്യങ്ങളാണെന്ന്. ഓക്കെ, നിങ്ങളുടെ ലൈഫിലോട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പെട്ടെന്ന് സംഭവിക്കാൻ പോകുന്നത്. ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അല്ലെങ്കിൽ വരട്ടെ, ഞാനിപ്പോൾ തന്നെ ശരിയാക്കി കൊടുക്കാം, വരട്ടെ അവൻ, അല്ലെങ്കിൽ വരട്ടെ അവള്, അങ്ങനെയൊക്കെ പറഞ്ഞ് ശരിയാക്കി കൊടുക്കാം. പക്ഷെ ആ വ്യക്തി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ചേട്ടാ, അയ്യോ മോളെ, അങ്ങനെയുള്ള കാര്യത്തിലോട്ട് പോകുന്ന ടീമാണ് ഈ വീഡിയോ കാണുന്നത്. വരട്ടെ, എന്നെ വിളിക്കാതിരിക്കുകയാണ്, എന്നെ മെസ്സേജ് അയക്കാതിരിക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ എന്നെ അങ്ങനെ ചെയ്തിട്ട് പോയി, എന്നുമായിട്ട് വഴക്കിട്ട് പോയി, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങൾ ദേഷ്യവും വിഷമവും സങ്കടവും, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഇമോഷൻസ് അറിയാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടുന്നത്, നിങ്ങൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, നിങ്ങൾ പല കാര്യങ്ങളും നിങ്ങൾ അതായത് മനസ്സിൻ്റെ അകത്ത് ഒളിപ്പിച്ച് ഇങ്ങനെ വിങ്ങിപ്പൊട്ടുന്ന രീതിയിലൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ സിറ്റുവേഷൻ, അതായത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്യുന്നു. മനസ്സിലായോ? ആ ഒരു സിറ്റുവേഷൻ എൻഡ് ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. മനസ്സുകൊണ്ടും അല്ലാന്നുണ്ടെങ്കിൽ പല രീതിയിലും പല ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ച് മാനിഫെസ്റ്റേഷൻ ചെയ്ത് പല കാര്യങ്ങളും ജീവിതത്തിലോട്ട് അട്രാക്ട് ചെയ്തെടുക്കുന്നു. എക്സ്ട്രാ മാരിറ്റൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആളുകളും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. സീക്രട്ട് ലവ് കീപ്പ് ചെയ്യുന്നു. സീക്രട്ടായിട്ട് പല രീതിയിലും പല കാര്യങ്ങളും തൊട്ടടുത്തിരിക്കുന്ന ആൾ പോലും അറിയാതെ പല കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന വ്യക്തികളും ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. ആരൊക്കെ കണ്ടു കഴിഞ്ഞാലും എങ്ങനെയുള്ള ഏത് തരത്തിലുള്ള ഏത് ചിന്താഗതി ആളുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ദേഷ്യവും നിങ്ങളെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ കുറേ നാളായിട്ട് ഉറക്കം കെടുത്തിക്കൊണ്ടിരുന്ന ഒരു മനസ്സമാധാനക്കേടെന്ന് വേണമെങ്കിൽ പറയാം, അല്ലാതെ ഒരു തേങ്ങയല്ല, ഒരു മനസ്സമാധാനക്കേട്. ഓക്കെ, ആ ഒരു കാര്യം എൻഡ് ചെയ്യുന്നു. ആ ഒരു കാര്യങ്ങൾ ടാറ്റ ഗുഡ് ബൈ കഥം എന്നൊക്കെ പറഞ്ഞ് പോകുന്നു. പിന്നെ ഒരു മനസ്സിൻ്റെ അകത്തോട്ട്, അതായത് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ആളുകൾ ഒരു പർട്ടിക്കുലർ ഒരു വ്യക്തിനെയാണ് ആഗ്രഹിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്നേഹിക്കപ്പെടണം. നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്നേഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പല ആളുകളും ബ്രേക്കപ്പ് കഴിഞ്ഞതിന് ശേഷം പല വ്യക്തികളെയും പരിചയപ്പെടാനും, അല്ലെങ്കിൽ ആ പാസ്റ്റ് ലൈഫ്, അതായത് പാസ്റ്റ് എനർജിയിലുള്ള വ്യക്തിനെ പോലെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ അതുപോലത്തെ ഒരു വ്യക്തിനെ നിങ്ങൾ പല ആളുകളുടെ അടുത്തും സെർച്ച് ചെയ്തു, പക്ഷെ കിട്ടിയില്ല. മനസ്സിലായോ?
നിങ്ങൾ ആ അതായത് അവരുടെ മെമ്മറീസിൽ ഇപ്പോഴും ജീവിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ കിട്ടാത്തത്. അവരുടെ മെമ്മറീസ് ഒക്കെ ഇപ്പം നമ്മൾ ഒരാൾ ബ്രേക്കപ്പ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ വേണ്ടാന്ന് വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവരുടെ മെമ്മറീസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ മെമ്മറീസ് വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾ മറ്റൊരു സോളിൽ കണ്ടെത്താൻ നോക്കരുത്. എല്ലാവരും ഇപ്പം 100 പേരുണ്ടെങ്കിൽ ആ 100 സോളാണ്, അല്ലെങ്കിൽ 100 ക്യാരക്ടേഴ്സാണ്. അപ്പം നമ്മൾ ഈ പർട്ടിക്കുലർ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും ആ വ്യക്തിയുടെ അടുത്തുണ്ടോ ഈ വ്യക്തിയുടെ അടുത്തുണ്ടോ എന്ന് സെർച്ച് ചെയ്ത് നടക്കരുത്. എല്ലാവർക്കും വ്യത്യസ്തപരമായിട്ടുള്ള കാര്യങ്ങളും വ്യത്യസ്തപരമായിട്ടുള്ള ചിന്തകളും വ്യത്യസ്ത മനോഭാവങ്ങളൊക്കെയാണ്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും മുടങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, കരിയർ സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു നിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഫ്ലോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം സ്റ്റാർട്ട് ചെയ്യാനും ഉള്ള പരിപാടികളുണ്ട്. പിന്നെ നിങ്ങളുടെ ഒരു ചിന്താഗതിയോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിച്ച മനസ്സമാധാനക്കേടും വിഷമങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ നീറി നീറി നമ്മൾ ഈ ഉപ്പുമാങ്ങ ഉപ്പിലിട്ട് എന്താ പറയുക, അതിൻ്റെ കാലപ്പഴക്കം വരുംതോറും അതിനിങ്ങനെ എന്താ പറയുക, ഉപ്പിൻ്റെ ഇത് കൂടി വരൂലേ, അതായത് അച്ചാറ് ഉപ്പ് മാങ്ങ അങ്ങനെയുള്ള എനിക്കിഷ്ടമുള്ള കാര്യങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ. സോറി. അപ്പം ഓക്കെ, അപ്പം അതിൻ്റെ വീര്യം കൂടി വരുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിലും ആ ഒരു സംതിങ് ഒരു കാര്യം കിടപ്പുണ്ട്. ഒരു ചില സന്ദർഭങ്ങളോട് ചില വ്യക്തികളോട് നിങ്ങൾക്കുണ്ടായേക്കുന്ന ഒരു മുറിവുകൾ, അതൊരു എന്താ പറയുക, അതിങ്ങനെ വീര്യം കൂടി വരുന്ന പോലെ അത് ആ വ്യക്തികളോട് ചിലപ്പോൾ തീർക്കാൻ പറ്റുന്നുണ്ടാവില്ല, അത് മറ്റുള്ള എനർജീസിനോടൊക്കെ തീർക്കുന്നുണ്ട്. ഈ തൊട്ടതിനും പിടിച്ചതിനുള്ള ദേഷ്യം അല്ലെന്നുണ്ടെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനുമുള്ള വാശി, ദേഷ്യം, വൈരാഗ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറക്കുക. പുതിയൊരു പ്രപ്പോസൽ ആയിരിക്കാം, അല്ലെങ്കിൽ വിവാഹ ബന്ധങ്ങളായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മംഗളപരമായിട്ടുള്ള ഏതെങ്കിലും ഒരു കുടുംബത്തോടു കൂടിയോ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയോ ഒരു മംഗളകരമായിട്ടുള്ള ഒരു ചടങ്ങിൽ നിങ്ങളുടെ പൂർവ്വ മനസ്സോടു കൂടി നിങ്ങൾ പോകുന്നതായിരിക്കാം. എന്താണെന്നുണ്ടെങ്കിൽ ഒരു മംഗളപരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. ചിലർക്ക് വിളിച്ചതല്ലേ പോണം, അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട, പോയില്ലേലും കുഴപ്പമില്ല, എന്തെങ്കിലും മുഖം കാണിക്കണം, മനസ്സോടെ പോകുന്ന മംഗളകാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ട്. ട്രാവലിംഗ്, ഒരു നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് യാത്ര, കുടുംബസമേതമുള്ള യാത്ര, അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ അടുത്തോട്ട് കരിയർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വന്നാലും, നിങ്ങളുടെ അടുത്തോട്ട് വേറെ മറ്റുള്ളവരുടെ എനർജിയിൽ പെടുന്ന പല കാര്യങ്ങൾ വന്നാലും, നിങ്ങളെ നന്നാക്കുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വന്നാലും, നിങ്ങൾ സ്റ്റിൽ നിൽക്കുന്നത് എന്നെ സ്നേഹിക്കണം, എന്നെ കെയർ ചെയ്യണം, എനിക്കൊരു സപ്പോർട്ടീവായിട്ട് ഒരാൾ വേണം, ഞാൻ അവർ സ്നേഹിക്കുന്നതിൻ്റെ 10 മടങ്ങ് ഞാൻ അവരെ സ്നേഹിക്കാൻ റെഡിയാണ്, അവർക്ക് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ റെഡിയാണ്, അവരെ ഞാൻ എങ്ങനെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാൻ റെഡിയാണ്, എൻ്റെ കൂടെ നിന്നാൽ മതി, എൻ്റെ കൂടെ എന്താ പറയുക, എൻ്റെ കൂടെ എപ്പോഴും ഒരു താങ്ങും തണലുമായിട്ട് നിന്നാൽ മതി എന്ന് പറയുന്ന ആളുകളാണ് നിങ്ങൾ. ഓക്കെ, ഇതെല്ലാം ഫാസ്റ്റ് എനർജിയാണ്. ഇത് സ്ലോ എനർജിയിലൊന്നുമല്ല, ഫാസ്റ്റ് എനർജിയിലാണ് വരുന്നത്. സ്ലോ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോഴൊന്നും വരൂലെന്ന്. ഇതെല്ലാം ഫാസ്റ്റ് എനർജിയിൽ തന്നെയാണ് വരുന്നത്. ഞാനും എൻ്റെ വല്യച്ഛനും കൂടി വണ്ടിയിൽ പോകാറുണ്ട്, ബൈക്കിൽ. ഞങ്ങളെ സൈക്കിളുകാരൻ വരെ വെട്ടിച്ച് പോകാറുണ്ട്. മനസ്സിലായോ? അതാണ് സ്ലോ എനർജി. പിടിച്ചിരുന്നോ എന്ന് പറയും, പിടിച്ചിരുന്നോ എന്നൊക്കെ പറയും. അപ്പം നമ്മളിത് എന്താ കേൾക്കുമ്പോൾ എന്താ വിചാരിക്കണത്, മറ്റേ റൈഡർ പോണ പോലെയൊക്കെ പോകുമെന്ന് വിചാരിക്കും. ഒന്നുമില്ല. മറ്റേ ഓക്കെ, നമ്മൾ
ഒരു നിങ്ങൾ ഈ കാണുന്ന ആളുകൾ എന്താ ഒരുപാട് ചിന്തിച്ച് കാട് കയറാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ചിന്തിച്ച് വിഷമങ്ങൾ കൂട്ടാതിരിക്കുക, നമ്മൾ ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് വെക്കാതിരിക്കുക. കാരണം നിങ്ങൾ പകുതി ചിന്ത, അതായത് വരുമോ ഇല്ലേ, വരുമോ ഇല്ലേ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം നന്നാകുമോ, എൻ്റെ കരിയർ ശരിയാകുമോ, എന്നോട് മറ്റുള്ളവർ ഇനി വന്ന് എന്നെ ചതിക്കുമോ, ഇനി എന്നെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ ഒന്ന് കുറയ്ക്കുക. ഫ്യൂച്ചറിനെ പറ്റിയുള്ള ആകുലതകൾ, വിഷമങ്ങൾ, വേദനകളൊക്കെ ഒന്ന് കുറയ്ക്കുക. മനസ്സിലായോ? നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ പാസ്റ്റ് എനർജിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാൾ കഴിഞ്ഞ കാര്യങ്ങൾ, വിഷമങ്ങൾ, വേദനകളൊക്കെ നമ്മൾ സ്വന്തമായിട്ടൊന്ന് ഹീൽഡാക്കി കൊണ്ടുവരിക. മനസ്സിലായോ? ഇത്തിരി വരവ് അറിഞ്ഞ് ചെലവ് കഴിക്കുക. അതായത് നമ്മൾ സ്വന്തമായിട്ട് അറിഞ്ഞ് മറ്റുള്ളവരുടെ അടുത്ത് യൂസ് ആൻഡ് ത്രോ ആയിട്ട് നിന്ന് കൊടുക്കാതിരിക്കുക. കാരണം നമുക്കറിയാൻ പറ്റുമല്ലോ നമ്മൾ ആര് സ്നേഹിക്കുന്നു, അത് സത്യസന്ധമാണോ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളോട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള വേറെ ഏതെങ്കിലും തേർഡ് പാർട്ടി ബന്ധത്തിൽ ഉൾപ്പെട്ടിട്ട് നമ്മളെ നുണയൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ നുണയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളോട് എന്തെങ്കിലും അടുത്തുകൂടാൻ വരുന്നവരാണോ എന്ന് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. കാരണം ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളോട് നുണ പറയുന്ന, നിങ്ങളെ ചതിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും എൻ്റർ ചെയ്യാനായിട്ടൊരു ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും നമ്മളൊന്ന് നോക്കുക. അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമാണോ, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരാളോട് സ്നേഹമുണ്ടോ, നമ്മൾക്ക് ഒരാളോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കാണിക്കുന്ന, ഇപ്പം ഒരു ബന്ധമാണെങ്കിൽ 2 പേർക്കും ഒരേ എഫേർട്ടാണ്. ചില കാര്യത്തിലൊക്കെ എഫേർട്ടൊക്കെ കുറഞ്ഞും കൂടിയൊക്കെ ഇരിക്കും. പക്ഷേ ഇത് നമ്മൾ വിളിക്കുമ്പോൾ മാത്രം ഫോൺ എടുക്കുക, അല്ലെങ്കിൽ നമ്മളുടെ മെസ്സേജിന് റിപ്ലൈ തരിക. ഇപ്പോൾ ഒരു ബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് ഇങ്ങോട്ട് വന്ന് അന്വേഷിക്കും, അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങോട്ടും ചോദിക്കും. മനസ്സിലായോ? അതൊക്കെയാണ് ഒരു ബന്ധം. അല്ലാതെ ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് റിപ്ലൈ തരിക, ഇപ്പോൾ വിളിച്ചിട്ട് 3-4 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് വിളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അപ്പം അത് നമ്മളെ തിരിച്ചു വരുന്നവരും പുതിയതായിട്ട് വരുന്നവരൊക്കെ നമ്മളെ യൂസ് ചെയ്യാൻ വരുന്നവരാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തേർഡ് പാർട്ടി ബന്ധത്തിൽ കൂടി കറങ്ങി ചുറ്റി തിരിഞ്ഞ് ഒരു പ്ലെയർ എനർജി ഉള്ള ഒരു വ്യക്തിയാണോ എന്നും കൂടി നിങ്ങൾ കുറച്ചാളുകൾ, എല്ലാവരും അല്ല, കുറച്ചാളുകൾക്ക് അത് ഒന്ന് ഒബ്സർവേഷൻ ചെയ്യേണ്ടതാണ്. കാരണം എനിക്ക് സ്നേഹമാണ് എന്നും പറഞ്ഞ് നമ്മൾ ഒരു തേർഡ് പാർട്ടി ബന്ധത്തിൽ അല്ലെങ്കിൽ ചുറ്റിത്തിരിഞ്ഞ് കറങ്ങി നടന്ന് എല്ലായിടത്തും ബന്ധം വെക്കുന്ന ഒരു മനുഷ്യനെയോ, മനുഷ്യൻ മാത്രമല്ല, ഒരു പെൺകുട്ടീനെയോ ആ ഒരു ഇതിലോട്ട് നമ്മൾ എൻ്റർ ചെയ്യാതിരിക്കുക. കാരണം അങ്ങനത്തെ ഒരു കാര്യം കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു ട്രഡീഷണൽ പരമായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യങ്ങളിൽ, ഉത്സവത്തിലോ അല്ലെങ്കിൽ ദേവാലയത്തിലോ ദർശനത്തിനോ അങ്ങനെ സംതിങ് എന്തെങ്കിലും ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് തരുന്ന പല പരിപാടികളിലും പങ്കെടുക്കാനുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ അകത്ത് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ച എല്ലാ കാര്യങ്ങൾക്കും ദൈവമായിട്ട് തന്നെ ഒരു അറുതി വരുത്തുന്ന, അല്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേട് മാറ്റുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ലൈഫ് ഒരു സെക്കൻഡ് ചാൻസ് തരുവാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഒബ്സർവ് ചെയ്യുക. നമ്മളത് വീണ്ടും പല രീതിയിലുള്ള മിസ്റ്റേക്സ് ആവർത്തിക്കാതിരിക്കുക. പല വ്യക്തികളും പല രീതിയിലും പല വിധത്തിലും വരുമ്പോൾ അതൊന്ന് നമ്മൾ ഒബ്സർവ് ചെയ്തേ പറ്റുള്ളൂ. മനസ്സിലായോ? എന്നും പറഞ്ഞ് എല്ലാവരെയും സംശയരോഗത്തിലും എല്ലാ രീതിയിലും എന്താ പറയുക, ഇവൻ അങ്ങനത്തെ ആളാണോ, ഇവൾ അങ്ങനത്തെ ആളായിരിക്കുമോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിടാം. നമ്മൾ ഒരാളുടെ സ്വഭാവങ്ങളും കാര്യങ്ങളും ഏകദേശം നമ്മളോട് പെരുമാറുമ്പോൾ മനസ്സിലാവുമല്ലോ. അല്ലാതെ വൺ സൈഡ് ലവായിട്ട് ഒരിക്കലും ഒരിടത്ത് നിൽക്കരുത്. നമ്മളുടെ വാല്യൂ നമ്മളൊന്ന് കാത്തു സൂക്ഷിക്കുക. ഓക്കെ? അല്ല പിന്നെ നമുക്ക് ഒരു വാല്യൂ വേണ്ടേ? നമുക്ക് വാല്യൂ എടുത്ത് നിന്നിട്ട്, വാല്യൂ ഉള്ള സ്ഥലത്ത് നിന്നിട്ടേ കാര്യമുള്ളൂ. അല്ലാതെ നമുക്ക് എന്ത് തേങ്ങ കിട്ടാനാണ്? നമുക്ക് ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ് നോക്കാം. ഏഞ്ചൽ ഗൈഡൻസ് മെസ്സേജ്.
ആ അതായത് പുറത്തിറങ്ങി പണിയെടുക്കണോന്ന്. പുറത്തിറങ്ങി പണിയെടുക്കണം കേട്ടോ. വീടിന്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി പണിയൊക്കെ എടുക്കുന്നേ. പുറത്തിറങ്ങി പണിയെടുക്കണം. നിങ്ങൾ ആ നേച്ചർ എന്നൊക്കെ പറഞ്ഞ മൊബൈലിലൊക്കെ ഇരുന്ന് 24 മണിക്കൂറും അതും ഇതും വീഡിയോസ് ഒക്കെ കണ്ടോണ്ടിരുന്നാൽ പോരാ. പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി മണ്ണിനെയും പ്രകൃതിനെയും ഒക്കെ ഒന്ന് കാണാം. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. അല്ലാതെ അവരെന്നെ ചതിച്ചു, അയ്യോ ഇവരെന്നെ ചതിച്ചു, മറ്റവരെന്നെ പറ്റിച്ചു, ഇവരെന്നെ പറ്റിച്ചു. നമ്മൾ പുറത്ത് ഏതെങ്കിലും ഒരു ചെടി വെക്കുക. ആ ചെടി വിത്തിട്ടാൽ നാളെ മുളക്കും എന്ന് പറയുന്ന പോലെ ആ ചെടി വളർന്ന് വലുതായി അതിൽ നിന്നൊരു കായൊക്കെ ഉണ്ടായി അതിൽ നിന്നൊക്കെ ഒരു തക്കാളിയോ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം പറിച്ച് അതൊരു കറി വെക്കുന്നതും ഈ തമിഴന്റെ ലോറി വന്ന് ഈ വിഷം കറി വെച്ച് കഴിക്കുന്നതിന് രണ്ടും രണ്ടല്ലേ. പിന്നല്ലാതെ പുറത്തിറങ്ങി പണിയെടുക്കണം. എടുക്കൂലേ? കേക്കണ്ട? ആ നമ്മൾ പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി നടക്കണം. പുറത്തോട്ടൊക്കെ ജസ്റ്റ് ഇപ്പൊ നമ്മളുടെ വീടിന്റെ പുറത്ത്, വീടിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരുന്നിരുന്നിരുന്ന് ഇതാകാതെ വീടിന്റെ പുറത്തോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ അടുത്തൊക്കെ ഇത്തിരി സംസർഗങ്ങൾ, ഇത്തിരി കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ ജസ്റ്റ് ചിലപ്പോൾ നമ്മൾ നടക്കുന്നത് ലോൺലിനെസ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ തനിയെ ഒറ്റക്കായിരിക്കും. എന്നാലും നമ്മളുടെ ബോഡി നമ്മളുടെ മൈൻഡിനൊക്കെ ഇത്തിരി എന്താണ് ഒരു സ്ട്രെസ് റിലീസാണ്. മനസ്സിലായോ? അല്ലാതെ വേറെ എന്താണ്? നമ്മൾ കാര്യങ്ങൾ വിഷമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഒറ്റക്ക് ചെയ്ത് തീർക്കാനുള്ള പരിപാടികൾ ഒറ്റക്ക് ചെയ്ത് തീർക്കണം. തീർക്കൂലേ? കേൾക്കണ്ടെന്ന് ആർക്കറിയാം. അയ്യോ കേൾക്കണുണ്ടോന്ന് ആർക്കറിയാന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ലിസൺ ഡീപ്ലി. ഓ ഈ പെങ്കൊച്ചി ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടോ പോയിക്കോട്ടെ. ഈ പെങ്കൊച്ചി ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ പറയട്ടെ. ആ നോക്കട്ടെ, ഇതൊക്കെ ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ സംശയത്തോടു കൂടി വാച്ച് ചെയ്യുന്നവരും കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും നമ്മൾ എടുക്കുക. നമ്മളുടെ ജീവിതത്തിൽ നല്ലത് നടക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് റിലീസ്. ഇപ്പോൾ ഫിസിക്കലി ഇഞ്ചുറി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് എങ്ങനെയെങ്കിലൊക്കെ നമുക്കത് പെട്ടെന്ന് അത് ഹീൽഡ് ആക്കാൻ പറ്റും. പക്ഷേ ഈ മെൻ്റലായിട്ടുള്ള പരിപാടികൾ നമുക്ക് ഹീൽഡ് ആക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നല്ല കാര്യങ്ങൾ ആര് പറഞ്ഞാലും നമ്മളത് കേൾക്കുക. മനസ്സിലായോ? രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും റൊമാൻസ് ആൻഡ് കണക്ഷൻ. ലിസൺ ഡീപ്ലി, ലേണിംഗ് എക്സ്പീരിയൻസ്, എർത്ത് ആൻഡ് ഗ്രൗണ്ട് അഥവാ പുറത്തുപോയി പണിയെടുക്കുക. ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ചേഞ്ച്, ഹാർമോണി ആൻഡ് റെസൊല്യൂഷൻ. ദാറ്റ് മീൻസ് അതായത് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ നടന്നതും നമ്മളെ പറ്റിച്ചതും വഞ്ചിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്, നമ്മളൊന്ന് പുറകോട്ട് നിന്ന്. ഇപ്പം എന്താ പറയുക, ഈ ക്രിക്കറ്റിലൊക്കെ ബോൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒന്ന് പുറകോട്ട് ഇറങ്ങിയിട്ട് ബോൾ ചെയ്യൂലേ, പുറകോട്ട് ഇറങ്ങിയിട്ട് ഓടി വന്ന് ബോൾ ചെയ്യൂലേ, അതുപോലെ നമ്മളതൊരു ഫാസ്റ്റ് ചാർജിന് വേണ്ടിയിട്ട് എന്താ പറയുക, നമ്മളൊന്ന് ചാർജ് ആവുന്ന ഒരു കാര്യമാണ്. കാരണം പല രീതിയിലുള്ള കാര്യങ്ങൾ, നമ്മളുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്കത് ലേണിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് ഉൾക്കൊള്ളാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ കരിയർ സംബന്ധമായിട്ടും പണസംബന്ധമായിട്ടും പുതിയൊരു സംരംഭം തുടങ്ങാനോ, പുതിയ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ആകാനോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കടം കൊടുത്തിട്ടുള്ള പൈസകൾ തിരിച്ചു കിട്ടാനോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താ പറയുക, നിങ്ങൾക്ക് ഇപ്പം എന്താ പറയുക, ആവശ്യത്തിനൊത്ത് പൈസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതൊക്കെ നിങ്ങളുടെ അടുത്തോട്ട് തന്നെ ഒരു മെച്ചപ്പെട്ട കാര്യങ്ങൾ, നല്ല രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് വരുന്നതാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ജോലിയിൽ നിന്നുള്ള ഒരു മൈഗ്രേഷൻ ആയിരിക്കാം. വേണമെങ്കിൽ പുറത്തോട്ട് ആരെങ്കിലും ജോലി നോക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന ജോലിയിൽ നിന്നും വേറെ ഏതെങ്കിലും കുറച്ചും കൂടി ഒരു പ്രൊമോഷനോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ജോലി നിങ്ങൾ നോക്കുന്നുണ്ടാകാം. അത് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നതാണ്. മനസ്സെപ്പോഴും ശാന്തമായിട്ടിരിക്കുക. നിങ്ങൾക്ക് തന്നെ മനസ്സ് ശാന്തമായിട്ടിരിക്കുമ്പോൾ തന്നെ പല രീതിയിലുള്ള എന്താ പറയുക, മനസ്സമാധാനം. സന്തോഷവും നിന്നിലാണ്, സങ്കടവും നിന്നിലാണെന്ന് പറയുന്ന പോലെ കുറേയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് മനസ്സമാധാനവും സന്തോഷവും. അത് നമ്മൾ തന്നെ നമ്മളുടെ സന്തോഷം കണ്ടെത്തുക. ഓക്കെ.
അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ വന്നത്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. റൊമാൻസ് ആൻഡ് കണക്ഷൻ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളാ ഓക്കെ. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.